ചൂസിങ് ദ റൈറ്റ് പ്ലാറ്റ്ഫോം. ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉള്ളത്? ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പക്ഷേ UAE ഭയങ്കര പോപ്പുലർ ആണ്. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൽ നമുക്ക് ഏതാണ് വേണ്ടത് അതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അവർക്ക് ലിങ്ക്ഡിൻ ഒരുപാട് പ്രാധാന്യമാണ്. പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നതോട് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകുന്ന എൻ്റെ ടാർഗറ്റഡ് കസ്റ്റമർ അവരെവിടെയുള്ളത്? ഞാനൊരു എഡ്യൂക്കേഷനിൽ +2 കഴിഞ്ഞ സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ഷുഡ് ടാർഗറ്റ് ഇൻസ്റ്റാഗ്രാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ, റിയൽ എസ്റ്റേറ്റിലൊക്കെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള കാശുള്ള ആളുകളാണ് അവർ പ്രോപ്പർട്ടി വാങ്ങാൻ നോക്കുക അല്ലേ. അപ്പോൾ അവരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്തപ്പോൾ ഒരു കാര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർക്ക് ഫേസ്ബുക്ക് ഒരു പക്ഷേ ഉണ്ടാവാം, ചിലപ്പോൾ അതിനേക്കാളും അവിടെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ്? ഒന്ന് ലിങ്ക്ഡിൻ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്, ഗൂഗിൾ ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. അവർ സീരിയസ് ബയസ് ആയിരിക്കും, ബിസി ആളുകളായിരിക്കും, അവർക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടേക്ക് അവരെ പ്രോപ്പർട്ടി ബൈങ് ഒക്കെ തീരുമാനിക്കും. അപ്പോൾ നമുക്ക് അവർക്ക് എന്ത് ടാർഗറ്റ് ചെയ്യേണ്ടി വരും? ഗൂഗിൾ ആഡ്വേർഡ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം ഏത് ചാനലാണ് ഏതിനാണ് ബെസ്റ്റ് എന്നുള്ളത്. എന്നിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കണം ക്യാമ്പയിന് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്.